നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. നേത് ഹിമാലയന് കണി കണ്ടത്. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. സ്വന്തം പ്രിയപ്പെട്ട മീനാക്ഷി. ഹലോ ഹലോ. ആളെ കിട്ടിപ്പോയി മതി. ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ സിനിമയിലേക്ക് വന്നതല്ലേ. അപ്പൊ എല്ലാവരും പറയുന്നതാണ് ഈ കാസ്റ്റിംഗ് കൗച്ച് അല്ലെങ്കിൽ അവിടെ വരുന്ന ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കേണ്ട കുറെ അങ്ങനെ എന്തെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇതുവരെ നേരിട്ടിട്ടില്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അങ്ങനെ വന്നാൽ എങ്ങനെയായിരിക്കും അതിനെയൊക്കെ? ഇല്ലാത്തൊന്നും പറഞ്ഞു പരത്തില്ല ചെട്ടിയാരെ. എനിക്ക് ബസ്സിലൊക്കെ വെച്ച അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ബസ്സിൽ കയറിയ ഞാൻ പാട്ടൊക്കെ വെച്ച് ചിലപ്പോ ഉറങ്ങാറുണ്ട്. സ്വാഭാവികം. എന്റെ ഇപ്പുറത്തിരുന്ന ഒരു ചേട്ടനാണ്. അത് ഞാനാണ്. ചേട്ടൻ മൊത്തം ഹീസ് എൻ അങ്കിൾ. ഞാൻ തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. അപ്പൊ ഐ വാസ് സ്ലീപ്പിംഗ്. ഉറങ്ങി എപ്പോഴും ഞാൻ ആ ചേട്ടന്റെ തോളത്തേക്ക് വീണു. എന്നിട്ട് പുള്ളിയുടെ കയ്യ് എന്റെ കാലിലാണ് പുള്ളി പിടിച്ചത്. അതായത് എന്റെ തൈസിലാണ് പുള്ളി കൈവച്ചിരിക്കുന്നത്. സ്ത്രീകളുടെ മേൽ കൈവച്ചാൽ വെട്ടിയരിയേണ്ടത് വിരലുകളല്ല, തലയാണ്. അപ്പൊ ഞാൻ കണ്ണു തുറന്നപ്പം ഇതിങ്ങനെ ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ നോക്കി, പുള്ളി കൈയെടുത്തു. മതി ഗോപാലകൃഷ്ണ, മതി. എനിക്കിപ്പോ അവരെ കാണണം. എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം. പുറപ്പെട്. അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് പിന്നീട് അതിനെ പറ്റി ആലോചിച്ചപ്പോ അല്ല, പുള്ളി അത് ദാറ്റ് വാസ് എ ബാഡ് ടച്ച്. ഈ നാട് നന്നാവില്ല, ഒരു കാലത്ത് നന്നാവില്ല. ലുലു വെച്ച് ഇൻസിഡന്റ് ഉണ്ടായെന്ന് കേട്ടല്ലോ, എന്തായിരുന്നു അത്? അങ്ങനെയൊക്കെ വഴിയില്ല. അവിടെ പോയപ്പോ ഇൻസിഡന്റേ ഉള്ളൂ. മോശം അഭിപ്രായം. അപ്പൊ ഞാൻ പോയപ്പോ ഒരു അപ്പാപ്പൻ എന്നെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇപ്പോഴും ഐ ബിലീവ് പുള്ളി നോക്കിയത് എന്റെ ആംപിറ്റിന്റെ അങ്ങോട്ടാണ് പുള്ളി നോക്കിക്കൊണ്ടിരുന്നത്. ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്! പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ബോറൻ, ആഭാസൻ, ബ്ലഡി ഫൂൾ. അപ്പൊ ഞാൻ പുള്ളിയെടുത്ത് ചെന്നിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ പറയട്ടെ? പറയടി. എന്താ ചേട്ടാ? ഞാനിങ്ങനെ ചോദിച്ചു. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. ഐ സ്റ്റിൽ ബിലീവ് എന്നല്ല, ഇറ്റ് വാസ് ദ ഫാക്ട്. സദാചാരം. പുള്ളി അങ്ങോട്ട് നോക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് വെരി അൺകംഫർട്ടബിൾ. ബ്ലഡി ഫൂൾ, ഇഡിയറ്റ്. കുറച്ചൊക്കെ സംസ്കാരം വേണോടാ. എവിടെ ചെന്നാലും ഒരു വക ആൾക്കാർ.